ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻഗുഡ് ഗാർഡൻസ്. ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് റോസസിൻ്റെ സെയിലുമായിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നത് ഈ മൂഡി ബ്ലൂം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ കയറി വരുന്നതാണ്. ഇതിൻ്റെ രണ്ടും കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് ഫ്ലവറിങ് ആവുക. നല്ലൊരു വെറൈറ്റിയാണ്, അത്യാവശ്യം ഫ്രാഗ്രൻസ് കൂടെ ഉള്ളൊരു വെറൈറ്റിയാണ്. പൂക്കളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുള്ള പൂക്കളൂടെയാണ് ഈ ഒരു റോസിന് വരുന്നത്. രണ്ടാമതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ബ്ലൂ ഫോർ യു എന്നാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റെയർ ആയിട്ടുള്ളൊരു റോസാണ്. നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം വിരിഞ്ഞിട്ട് നല്ല വെയിലൊക്കെ അല്ലേ ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൽ, ജസ്റ്റ് ഒന്ന് വാടലൊക്കെ വന്നൊരു പൂവാണ്. പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾ ബ്ലൂ ഫോർ യു എന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ്. ഇത് നിറയെ പൂക്കളുണ്ടാവും, ബഞ്ചായിട്ടാണ് ഇത് ഫ്ലവറിങ് ആവുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു 3-4 തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒത്തിരി തൈകളൊന്നും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടില്ല. ഈ ഒരു റോസിൻ്റെ റെയർ റോസാണ്. നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റ്സാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളിയാണ്. ഒരു യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ അകത്ത് വരുന്നത്. ചുറ്റിലും ഒരു റെഡ്, ഒരു മജന്ത ഷെയ്ഡായിരിക്കും ചുറ്റിനും വരുന്നത്. ഡബിൾ ഡിലൈറ്റ് എന്നാണ്. ഫ്രാഗ്രൻസ് നല്ലപോലെ സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെയാണ്. നല്ല മണമാണ് ഇത് വിരിയുന്ന സമയത്ത്. അടിപൊളിയാണ്. കളറായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കളറിൻ്റെ കോമ്പിനേഷനിൽ വരുന്നത് കൊണ്ട് അടിപൊളിയായിട്ടൊരു വെറൈറ്റിയാണ് കേട്ടോ. ഡബിൾ ഡിലൈറ്റ് എന്നാണ് ഐ ഡി വരുന്നത്. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. ഹെറോഗേറ്റ് എന്നാണ്. ചെറുതായിട്ട് കളർ ചായം പൂശിയതുപോലെ തോന്നുന്നുണ്ടാവും. ഒരു മാംഗോ, ഒരു യെല്ലോ ഷെയ്ഡിൽ പെറ്റൽസിൻ്റെ അറ്റത്ത് മാത്രം ഒരു റെഡ് കളർ തോന്നുന്നുണ്ടാവാം. അപ്പോൾ ഇത് പല രീതിയിൽ ഫ്ലവറിങ് ആവും കേട്ടോ വിരിയുന്നതിൽ. ചിലപ്പോൾ പകുതി ഷെയ്ഡ് യെല്ലോയും പകുതി ഷെയ്ഡ് റെഡും വരാറുണ്ട്. ചിലപ്പോൾ ഫുള്ളായിട്ടൊരു യെല്ലോയും റെഡും കോമ്പിനേഷനിൽ വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്കിതിൻ്റെ ഫ്ലവറിങ് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ഐ ഡി വരുന്നത് ഹെറോഗേറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെയും നാടൻ ബഡ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി തൈകളാണ്. ഏകദേശം ഒരു 10 പ്ലാന്റ്സോളം നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുല്ലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന അറേബ്യൻ ജാസ്മിൻ, 7 ലെയറോളം വരുന്ന ഇതളുകൾ, 7 ലെയർ വരുന്ന അറേബ്യൻ ജാസ്മിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. നമ്മൾ കൊറിയർ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അറേബ്യൻ ജാസ്മിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ഓർക്കിഡ് റോസാണ്. ചൈന ഡോള് എന്നറിയപ്പെടുന്ന, ഫെയറി പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഓർക്കിഡ് റോസാണ് കേട്ടോ. ഓർക്കിഡ് പോലെ ഫ്ലവറിങ് ആവുന്നത് കൊണ്ടാണ് ഓർക്കിഡ് റോസ് എന്ന് പേര് പറയുന്നത്. സെമി ക്ലൈംബർ വെറൈറ്റിയാണ്. നമുക്ക് പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടിയാണ്. നല്ലപോലെ ബ്ലൂം ചെയ്യും. നമ്മുടെ ക്ലൈമറ്റിലൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും നല്ല തൈകൾ നമുക്കിപ്പോൾ സ്റ്റെയിലായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലവർ വരാറായതും ഫ്ലവർ വന്നതും മൊട്ടോട് കൂടിയൊക്കെ ഉള്ള തൈകളാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ലേ മാർണ എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഉള്ളത്. അടിപൊളി വെറൈറ്റിയാണ് ഈ ഒരു ലേ മാർണ എന്ന് പറയുന്നത്. പിങ്കും വൈറ്റും ആണ് കളറ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വിരിയുന്നതും സെക്കൻഡ് ഡേ ആകുമ്പോഴും തേർഡ് ഡേ ആകുമ്പോഴുള്ള ആ ഫ്ലവറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫ്ലവറിങ് ആവുന്നത്. ഒരു പ്ലാന്റിൽ തന്നെ ചില സമയത്തൊരു വൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു പിങ്കും പിന്നെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലൊക്കെ ഫ്ലവർ നിൽക്കുന്നുണ്ട്. ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട് ഫ്ലവർ നിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റിയുടെ ഐഡിയ അറിയില്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു പൂക്കളാണോ എന്നുണ്ടെങ്കിലും നിറയെ ബഞ്ചായിട്ട് പൂക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഐ ഡി കറക്റ്റ് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ടൊരു വൈറ്റും ചുറ്റിനും ഒരു മജന്ത ഷെയ്ഡുമാണ് ഫ്ലവറിങ് വരുന്നത്. ചെറിയ ചെറിയ പൂക്കളാണ്. നല്ല ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവും. ഒരു പൂ 2 പൂ ഒന്നും അല്ല, വിരിയുമ്പോഴത്തേക്കും നിറയെ പൂക്കളുണ്ടാവും. അതിൻ്റെ പ്ലാന്റ് ഫുള്ളായിട്ട് മുള്ളുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണുള്ളത്. അടുത്തതായിട്ട് സിൽവർ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും നല്ല നാടൻ ബഡ് ചെയ്ത അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത്രയുണ്ട് തൈ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് കേട്ടോ.
പിന്നെ ഉള്ളത് ഇത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷേ നല്ല പൂക്കളാണ്. നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പർ അല്ല കേട്ടോ, ഇത് ക്രീപ്പർ ടൈപ്പും അല്ല, ഇതൊരു ബഞ്ചായിട്ട് നിന്ന് ഒരു ഷ്രബായിട്ട് വളരുന്നൊരു വെറൈറ്റി. ക്രീപ്പർ എന്ന് പറയാൻ പറ്റില്ല. നിറയെ പൂക്കളുണ്ടാവും, അതുപോലെ നിറയെ ഇങ്ങനെ ഉണ്ടാവും, പടർന്ന് പന്തലിച്ച് നിന്ന് പൂക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ ക്ലൈംബർ പോലെ പടർന്നു പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡാണ്. 2 കളറാണ്. നമ്മുടെ ആ ഇല ഒരു എന്താ അതിൻ്റെ പെറ്റലിൽ ഒരു കളറും അതിൻ്റെ അടിവശം വേറൊരു കളറുമാണ്. നിങ്ങളപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി എത്രമാത്രം ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് 5ഉം 6ഉം തൈകൾ മാത്രം, 5ഓ 6ഓ തൈകൾ മാത്രമേ സെയിലായിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. താങ്ക്